ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് റവ മിക്സിയിൽ കറക്കി നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എന്താ റവ കൊണ്ടുള്ള ഈ കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഗ്ലാസ് റവ എടുത്തത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ്. വറുത്ത റവ വറുക്കാത്ത റവ ഏതായാലും പ്രശ്നമല്ല കേട്ടോ. പിന്നെ വേണ്ടത് 1.5 തവി ചോറാണ്. ബാക്കി വന്ന ചോറുകൾ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ വേണ്ടത്. രാവിലേക്ക് എന്താ നമ്മൾ ഉണ്ടാക്കുക എന്നൊക്കെ ഒരു രാത്രി തന്നെ അങ്ങനെ ആലോചിക്കുകയല്ലോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമുക്ക് അരച്ചിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1.5 ഗ്ലാസ്സോരം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ അങ്ങനെ ഒഴിച്ച് കൊടുക്കണേ. ഈ ഒരു റവയും ചോറൊക്കെ മുങ്ങണ രീതിയിൽ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വേണ്ടത് 2 സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് വെള്ളം പോരായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണം. ഞാനെന്തായാലും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു അളവിലായിട്ട് നമുക്ക് മാവ് കിട്ടേണ്ടത്. അങ്ങനെ ഇതാ ഞാൻ ഈ ഒരു മാവ് 10 മിനിറ്റോളം ഒന്നങ്ങോട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. 10 മിനിറ്റിന് ശേഷമാണ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കറക്കിയെടുക്കേണ്ടത്. ഈ ഒരു മാവ് ലൂസ് ആവുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ടൈറ്റ് ആവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ 10 മിനിറ്റിന് ശേഷം കേട്ടോ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിന് അതിലേക്ക് ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് അങ്ങോട്ട് കറക്കിയെടുക്കുക കേട്ടോ. നമ്മൾ അരിപ്പൊടി അതല്ല പിന്നെ പച്ചരിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ അരച്ചെടുക്കണ മാതിരി ഈ ഒരു മാവ് അരച്ചെടുത്തിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇട്ടോ, ഒരുപാട് വെള്ളമൊന്നും വേണ്ടേ, ഒരു 2-3 സ്പൂൺ വെള്ളം മതി. അതും കൂടി ഈ ഒരു മാവിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/4 ടീസ്പൂണിൻ്റെ കീപ്പട്ടായിട്ട് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെറും 2 മണിക്കൂർ മാത്രമാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. തലേന്ന് രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് പൊങ്ങി തന്നെ കിട്ടി. കട്ടിയിൽ തന്നെ മാവ് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കുക കേട്ടോ. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം കേട്ടോ നമ്മളെ മാവ് അധികം അങ്ങോട്ട് പൊങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ ആ ബബിൾസ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ കിട്ടുക. ഇതുപോലെ തന്നെ ആയി കിട്ടുക. അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. ഓവറായിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു പാലപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിന്. അത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോ തവി മാവ് ഇതുപോലെ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് പാലപ്പം എങ്ങനെ ചുറ്റിക്കണം അതുപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ബബിൾസ് വന്നതിന് ശേഷം കേട്ടോ മൂടി വെക്കണത്. 2 മിനിറ്റ് കൊണ്ട് ഈ ഒരു പാലപ്പം ആയി കിട്ടുക. അപ്പോൾ നമ്മളെ ഈ ഒരു പാലപ്പം റെഡി ആയണേ. പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ അധികം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഒരു പാലപ്പം. സാധാരണ പച്ചരി വെച്ച് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ. ഇത് ഈ ഒരു റവ കൊണ്ട് ഉണ്ടാക്കിയെടുത്താലും അങ്ങനെ രണ്ടാമത്തത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി കുറച്ചും കൂടി നെരിച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റും കൂടി വെച്ച് ഈ ഒരു ചട്ടിയിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഓരോ പാലപ്പും നല്ല പൊങ്ങ് പോലെ തന്നെ കിട്ടിയാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണേ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. രാവിലെ തന്നെ അരച്ചിട്ട് രാവിലെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. വൈകുന്നേരം വരെ വെച്ചാലും ഈ ഒരു സോഫ്റ്റ് ഒന്നും പാലപ്പത്തിൻ്റെ നഷ്ടപ്പെടില്ല കേട്ടോ. സാധാരണ പച്ചരി പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു സോഫ്റ്റ് തന്നെ നമ്മളെ പാലപ്പത്തിനും കിട്ടും. ചൂടോടുകൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മാവോടെ തന്നെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു മാവ് 2 ദിവസത്തിനൊക്കെ അങ്ങനെ അരച്ച് വെച്ചിട്ട് നമുക്ക് 2 ദിവസം വെറൈറ്റി ആയിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ബബിൾസ് വരുന്നതിന് ശേഷമായിട്ട് ഞാനിത് മൂടി വെക്കണത്. മൂടി വെച്ചിട്ട് ഒന്നങ്ങോട്ട് മൂടി തുറക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ജസ്റ്റ് ഒന്നങ്ങോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കിടിലം അപ്പം റെഡി ആയണ. എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഈ അപ്പം.
അങ്ങനെ രണ്ടാമത്തത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കി ഈ ഒരു മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഓരോ തവി മാവാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ രണ്ടാമത്തെ ഈ ഒരപ്പം ഇതുപോലെ തന്നെ റെഡിയാണ്. ഇനി ഈ ഒരപ്പം നമുക്കൊരു വെറൈറ്റി ആണെന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ക്യാരറ്റ് എന്തെങ്കിലും കയ്യിലുള്ള പച്ചക്കറി ഞാൻ ഈ ഒരു കരിവേപ്പിൻ്റെ ഇല മാത്രം ഇട്ട് കൊടുക്കണുള്ളേ. ഒരു വെറൈറ്റിയാണ്, നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു മാവ് തന്നെ മതി എല്ലാത്തിനും. അങ്ങനെ ആ ഒരു അപ്പം കൂടി ഇതാ റെഡിയാണ്. കാണാനൊക്കെ നല്ല മുഞ്ചുണ്ട്, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് ഇട്ടത്. അടുത്തത് ഞാൻ എന്താ കണ്ടില്ലേ, കുറച്ച് കരിവേപ്പില, മല്ലിച്ചപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിച്ചപ്പൊക്കെ ഇടാം കേട്ടോ. ക്യാരറ്റ് ഒക്കെ നല്ലതാണ് ഇടുന്നത്. അങ്ങനെ കുറച്ച് ഓയിലോ നെയ്യോ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു അപ്പം റെഡി ആയിന്. ഈ ഒരു മാവ് കൊണ്ട് തന്നെ മസാല ദോശ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു തവി ഫുള്ളങ്ങോട്ട് ഇങ്ങനെ ചിറ്റിച്ചെടുക്കുന്നത്. കട്ടില്ലാതെ ചിറ്റിച്ചെടുക്കണേ. കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് നമ്മളെ ഈ ഒരു മസാല ദോശ ഉണ്ടാക്കിയെടുക്കാനുള്ള ദോശയും കൂടി റെഡി ആയിന്. നിങ്ങൾക്ക് എത്ര നെരിച്ചിൽ വേണ്ടി അതിനനുസരിച്ച് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഒന്നങ്ങോട്ട് 1-2 പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല സെറ്റാണ്, അടിപൊളി ടേസ്റ്റാണ് ചൂടോടുകൂടി കഴിക്കാൻ. ഇനി കുറച്ച് മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുത്താൽ നമ്മളെ ഈ ഒരു കിടില മസാല ദോശയും റെഡി ആയിന്. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുത്തേണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. ഇതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.